പെർഫോമൻസ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ബാലൻസ്ഡ് സ്കോർ കാർഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ബാലൻസ്ഡ് സ്കോർ കാർഡ് ഓർ BSc. Okay, the method balanced scorecard was developed by Robert Kaplan, a Harvard professor, and David Norton, a consultant in 1996 for the measurement and management of corporate performance. That is, this technique is developed to overcome limitations of traditional financial performance measures like ROI, RI, EVA, etc. Okay, നമ്മുടെ ട്രഡീഷണൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ആയിട്ടുള്ള ഏത് ROI അതേപോലെ RI, EVA പോലെയുള്ളതിൻ്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനാണ് ഇത്തരത്തിലൊരു ബാലൻസ്ഡ് സ്കോർ കാർഡ് സിസ്റ്റം എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്. ദാറ്റ് ഈസ് ദി ബാലൻസ്ഡ് സ്കോർ കാർഡ് അപ്രോച്ച് ഇൻ്റഗ്രേറ്റ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷേഴ്സ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ളതും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ളത് പെർഫോമൻസ് മെഷേഴ്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ഈ ഒരു മെത്തേഡ് പ്രകാരം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് അറ്റംപ്റ്റ് ടു ബ്ലെൻഡ് ഫിനാൻഷ്യൽ ഡയമെൻഷൻസ് ലൈക്ക് ROI, പ്രോഫിറ്റ്, EPS, എക്സെട്ര and non-financial performance like product quality, customer satisfaction, etc. in the evaluation strategy. ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക്ക് ഇവാലുവേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലുമായിട്ടുള്ള മെഷേഴ്സുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഒരു ബാലൻസ്ഡ് സ്കോർ കാർഡിൽ നടക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് യൂസസ് എ സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ മെഷേഴ്സ് that related to the overall strategy of the organization. ഒരു ഓർഗനൈസേഷൻ്റെ മൊത്തം ഓവറോൾ സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെടുന്ന ചില ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും മെഷേഴ്സുകൾ ആണ് എന്ത് ചെയ്യുന്നത്, ഇത് സെറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നത്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്. സ്ട്രാറ്റജിക് ഫോർമുലേഷനും അച്ചീവ്മെൻറ്റിനും എന്ത് ചെയ്യും, ഈ ഒരു ബാലൻസ്ഡ് സ്കോർ കാർഡ് ഹെൽപ്പ് ചെയ്യും. ദി ബാലൻസ്ഡ് സ്കോർ കാർഡ് റിഫ്ലക്ട്സ് ദി ബാലൻസ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഒബ്ജക്റ്റീവ്, ദെൻ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ മെഷേഴ്സ്, ലാഗിംഗ് ആൻഡ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, ആൻഡ് ബിറ്റ്വീൻ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ പെർസ്പെക്റ്റീവ്. ദാറ്റ് ഈസ് സിംപ്ലി ബാലൻസ്ഡ് സ്കോർ കാർഡ് മീൻസ് ഇറ്റ് ഈസ് എ system or techniques of assessment of performance under which financial and non-financial performance measures are integrated to evaluate the performance of an organization, and thereby it leads to strategic formulation, policy formulation. Okay, perspectives of balanced scorecard. Balanced scorecardile മെയിൻ ആയിട്ട് 4 പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവും, കസ്റ്റമർ പെർസ്പെക്റ്റീവും, ഇന്റേണൽ പെർസ്പെക്റ്റീവ് ആൻഡ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് പെർസ്പെക്റ്റീവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിനെയും കുറിച്ച് നോക്കാം. ഇവിടെ ഓരോ പെർസ്പെക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ, അതായത് പിന്നെ പെർസ്പെക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ്റെ വിജയത്തിന് സഹായിക്കുന്ന ഘടകം ഏതാണെന്നുള്ളത് നമ്മൾ പറയും. അതേപോലെ തന്നെ അത് മെഷർ ചെയ്യുവാനുള്ള മെഷേഴ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ചും പറയും. അപ്പോൾ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ, എവരി ഓർഗനൈസേഷൻ ട്രൈസ് ടു മാക്സിമൈസ് പ്രോഫിറ്റ് മാക്സിമൈസേഷനും ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ഓർഗനൈസേഷൻ്റെയും മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഹിയർ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ് മെഷേഴ്സ് ഇക്കണോമിക് പെർഫോമൻസ് ഓഫ് കമ്പനിയുടെ ഇക്കണോമിക് പെർഫോമൻസ് ആണ് മെഷർ ചെയ്യുന്നത്. ലോങ് ടേം ആയിട്ടുള്ളതും അതേപോലെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുന്നു, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ്, സക്സസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ വരുന്നതാണ് റവന്യൂ ഗ്രോത്ത്, ഓക്കെ, അതേപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ, അതേപോലെ അസറ്റ് യൂട്ടിലൈസേഷൻ, മറ്റൊന്ന് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അവിടെ വരുന്ന ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് ആണ്. അതന്നെ ഈ ഒരു ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ഇൻകം, മറ്റൊന്ന് ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, സെയിൽസ് ഗ്രോത്ത്, ദെൻ RI റെസിജ്വൽ ഇൻകം, റിഡക്ഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ്. ഇതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിനെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടറും അവിടെയുള്ള ഫിനാൻഷ്യൽ മെഷർമെൻറ്റ് നടത്താൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതും.
ദെൻ നെക്സ്റ്റ് കസ്റ്റമർ പെർസ്പെക്റ്റീവ് ആണ് രണ്ടാമത്തെ വരുന്നത്. നമുക്കറിയാം കസ്റ്റമർ എന്ന് പറയുന്നത് ഫൈനലി ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ആർക്കാണ് വരുന്നത്? കസ്റ്റമർക്കാണ്. അപ്പോൾ കസ്റ്റമർ എന്ന് പറയുന്നത് എന്താണ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഓർഗനൈസേഷനും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് നല്ല ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. ദി കസ്റ്റമർ പെർസ്പെക്റ്റീവ് ഡിഫൈൻസ് ആൻഡ് സെലക്ട് ദി കസ്റ്റമർ ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റ് in which company chooses to complete. Here, critical success factors relating to customer perspectives are customer satisfaction, increased quality of products, reduced delivery time, customer loyalty. Okay. Then അതിൻ്റെ മെഷേഴ്സ്, പെർഫോമൻസ് മെഷേഴ്സ് ചെയ്യാൻ കസ്റ്റമർ പെർസ്പെക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യുവാൻ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നത് നമ്പർ ഓഫ് വാറണ്ടി ക്ലെയിംസ് നോക്കാം, റിട്ടേൺഡ് പ്രൊഡക്ട്സ് നോക്കാം, പെർസെൻറ്റേജ് ഓഫ് ഓൺ ടൈം ഡെലിവറീസ്, മറ്റൊന്ന് കസ്റ്റമർ കംപ്ലയിൻസ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ റിട്ടൻഷൻ, ന്യൂ കസ്റ്റമർ അക്വിസിഷൻ, മാർക്കറ്റ് ഷെയർ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയുള്ള ഒരു ഓർഗനൈസേഷൻ്റെ കസ്റ്റമർ പെർസ്പെക്റ്റീവിനെ മെഷർ ചെയ്യുവാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. ഓക്കെ. ദ നെക്സ്റ്റ് മൂന്നാമത്തതാണ് ഇന്റേണൽ ബിസിനസ് പ്രോസസ് പെർസ്പെക്റ്റീവ്. ദാറ്റ് ഈസ് ഇറ്റ് മീൻസ് ഫോർ ക്രിയേറ്റിംഗ് കസ്റ്റമർ ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ. ഓക്കെ. ഈ ഒരു പെർസ്പെക്റ്റീവ് എന്തിനാണ്? കസ്റ്റമർ വാല്യൂവും അതേപോലെ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂവും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഇൻവോൾവ്സ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോസസ് നീഡഡ് ടു അച്ചീവ് ദി കസ്റ്റമർ ആൻഡ് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അപ്ലൈ ചെയ്യുന്ന ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ഓർ എഫിഷ്യൻസി, അതേപോലെ ഇംപ്രൂവ് പ്രൊഡക്റ്റ് ക്വാളിറ്റി, റിഡ്യൂസ് മാനുഫാക്ചറിങ് ഓർ പ്രോസസ് ടൈം. ഓക്കെ. പ്രൊഡക്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി, അതേപോലെ തന്നെ പ്രോസസ് ടൈം, മാനുഫാക്ചറിങ് പ്രോസസ് ടൈം റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇത് മെഷർ ചെയ്യാൻ വേണ്ടി പെർഫോമൻസ് മെഷേഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏതൊക്കെയാണ്? ഡിഫക്റ്റീവ് റേറ്റ്, ദെൻ ലീഡ് ടൈം, നമ്പർ ഓഫ് സപ്ലൈസ്, മെറ്റീരിയൽ ടേൺ ഓവർ, പെർസെൻറ്റേജ് ഓഫ് പ്രാക്ടിക്കൽ കപ്പാസിറ്റി, ദെൻ സൈക്കിൾ ടൈം ആൻഡ് വെലോസിറ്റി, മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി. ഇതൊക്കെയാണ് പെർഫോമൻസ് മെഷേഴ്സിന് ഉപയോഗിക്കുന്നത്. ദെൻ അടുത്ത നെക്സ്റ്റ് വൺ ആണ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇന്നോവേഷൻ പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇംപ്രൂവ്മെന്റ് നടത്തുവാൻ അവിടെ ലേണിംഗ് ആൻഡ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡെവലപ്മെന്റിന്, ഇന്നോവേഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെർസ്പെക്റ്റീവ് ആണ്. ദാറ്റ് ഈസ് ഹിയർ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് ആർ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് യൂസ് ഓഫ് എംപ്ലോയി, പ്രൊഡക്റ്റ് ഇന്നോവേഷൻ, ഇൻഫർമേഷൻ സിസ്റ്റം ക്യാപ്പബിലിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ദെൻ അവിടെ പെർഫോമൻസ് മെഷേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് എമൗണ്ട് സ്പെൻഡ് ഓൺ എംപ്ലോയി ട്രെയിനിങ്, എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ റേറ്റിംഗ്, എംപ്ലോയീസ് റിട്ടൻഷൻ, നമ്പർ ഓഫ് സജഷൻസ് പെർ എംപ്ലോയി, നമ്പർ ഓഫ് ന്യൂ പ്രൊഡക്റ്റ് സെയിൽസ് ആസ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സെയിൽസ്, നമ്പർ ഓഫ് പാറ്റൻസ്, എമൗണ്ട് സ്പെൻഡ് ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതൊക്കെയാണ് അതിൽ പെർഫോമൻസ് മെഷേഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂള്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബാലൻസ്ഡ് സ്കോർ കാർഡിൽ വരുന്ന 4 ഇമ്പോർട്ടൻറ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ, കസ്റ്റമർ ആൻഡ് ഇന്റേണൽ ബിസിനസ് പ്രോസസ് പെർസ്പെക്റ്റീവ്, ദെൻ ലാസ്റ്റ് വൺ ലേണിംഗ് ആൻഡ് ഗ്രോത്ത് പെർസ്പെക്റ്റീവ്. ഓക്കെ. ഇത് ഉൾക്കൊള്ളുന്നതാണ് ഒരു ബാലൻസ് സ്കോർ കാർഡ് എന്ന് പറയുന്നത്. ആ ഒരു ഷീറ്റിൽ ഈ 4 കാര്യങ്ങളാണ്, 4 പെർസ്പെക്റ്റീവാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ലിങ്കിങ് മൾട്ടിപ്പിൾ സ്കോർ കാർഡ് മെഷേഴ്സ് ടു എ സിംഗിൾ സ്ട്രാറ്റജി. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ എടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് പെർഫോമൻസ് മെഷേഴ്സുകൾ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ കളക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷേഴ്സ് വരുന്ന സമയത്ത് അവിടെ ഇൻറ്റേർണൽ ആയിട്ടുള്ളതും എക്സ്റ്റേണൽ ആയിട്ടുള്ളതും ഫിനാൻഷ്യൽ ആയിട്ടുള്ളതും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ളതും ഇങ്ങനെയുള്ള മെഷേഴ്സുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് ലിങ്ക് ചെയ്ത് ഒരു സിംഗിൾ സ്ട്രാറ്റജിയിലേക്ക് കൊണ്ടുവരണം. ഓക്കെ. ഇവിടെ നമുക്കറിയാം നേരത്തെ നമ്മൾ ബാലൻസ്ഡ് സ്കോർ കാർഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ 4 പെർസ്പെക്റ്റീവുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു 4 പെർസ്പെക്റ്റീവുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഒരു സിംഗിൾ ഷീറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇവിടെ ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ്, കസ്റ്റമർ പെർസ്പെക്റ്റീവ്, ലേണിംഗ് ആൻഡ് ഗ്രോത്ത് പെർസ്പെക്റ്റീവ് ആൻഡ് ഇന്റേണൽ പ്രോസസ് പെർസ്പെക്റ്റീവ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ വരുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ഇൻകം, ROI, സെയിൽസ് ഗ്രോത്ത്, റെസിജ്വൽ ഇൻകം, ക്യാഷ് ഫ്ലോസ് പോലെയുള്ളതാണ്. ഇനി കസ്റ്റമേഴ്സ് പെർസ്പെക്റ്റീവിൽ നമ്പർ ഓഫ് വാറണ്ടി ക്ലെയിംസ്, റിട്ടേൺഡ് പ്രൊഡക്ട്സ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ റിട്ടൻഷൻ, ന്യൂ കസ്റ്റമർ അക്വിസിഷൻ, മാർക്കറ്റ് ഷെയർ, ഓൺ ടൈം ഡെലിവറി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദെൻ ലേണിംഗ് ആൻഡ് ഗ്രോത്ത് പെർസ്പെക്റ്റീവിൽ വരുന്നത് എമൗണ്ട് സ്പെൻഡ് ഓൺ എംപ്ലോയി ട്രെയിനിങ്, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ റേറ്റിംഗ്, എംപ്ലോയി റിട്ടൻഷൻ, നമ്പർ ഓഫ് ന്യൂ പ്രൊഡക്ട്സ്, നമ്പർ ഓഫ് പാറ്റന്റ്, എമൗണ്ട് സ്പെൻഡ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദെൻ ഇന്റേണൽ പ്രോസസ് പെർസ്പെക്റ്റീവിൽ ഡിഫക്റ്റ് റേറ്റ്, ലീഡ് ടൈം, നമ്പർ ഓഫ് സപ്ലൈസ്, മെറ്റീരിയൽ ടേൺ ഓവർ,
പെർസെൻറ്റ് ഓഫ് പ്രാക്ടിക്കൽ കപ്പാസിറ്റി, സൈക്കിൾ ടൈം, മാനുഫാക്ചറിങ് സൈക്കിൾ എഫിഷ്യൻസി പോലെയുള്ള മെഷേഴ്സുകളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവും കസ്റ്റമർ പെർസ്പെക്റ്റീവും ലേണിംഗ് ആൻഡ് ഗ്രോത്ത് പെർസ്പെക്റ്റീവും ഇൻറ്റേർണൽ പ്രോസസ് പെർസ്പെക്റ്റീവും നമ്മളൊരു സിംഗിൾ ഷീറ്റിലൂടെ എന്ത് ചെയ്യുന്നു, ഒരു സിംഗിൾ മാപ്പിലൂടെ എക്സ്പ്രസ് ചെയ്യുകയാണ് ബാലൻസ്ഡ് സ്കോർ കാർഡിൽ ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ മാപ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഒരു സ്ട്രാറ്റജിയെ എല്ലാം ഒരു മാപ്പിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ ബാലൻസ്ഡ് സ്കോർ കാർഡിൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ഡിസൈനിങ് ദി BSc സിസ്റ്റം. ഒരു ബാലൻസ്ഡ് സ്കോർ കാർഡ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് സെറ്റപ്പ് വിഷൻ ആൻഡ് സ്ട്രാറ്റജി. എന്താണ് ഓർഗനൈസേഷൻ്റെ വിഷൻ അതല്ലെങ്കിൽ സ്ട്രാറ്റജി എന്നുള്ളത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഡിവൈസ് ആൻഡ് എസ്റ്റാബ്ലിഷ് ദി പേഴ്സ്പെക്റ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞ പേഴ്സ്പെക്റ്റീവുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ 4 പേഴ്സ്പെക്റ്റീവുകൾ പറഞ്ഞു ഒരു ഓർഗനൈസേഷനിൽ വരുന്ന മെയിനായിട്ട്. ആ ഒരു പേഴ്സ്പെക്റ്റീവിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ വരുന്നത്. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ ട്രാൻസ്ലേറ്റ് വിഷൻ ഇൻ ടേംസ് ഓഫ് പേഴ്സ്പെക്റ്റീവ്. നമ്മുടെ വിഷൻ പേഴ്സ്പെക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ട്രാൻസ്ലേഷൻസ് നടത്തുക. ദെൻ ഐഡൻറ്റിഫൈ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ്. ഒരു പേഴ്സ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ ആ പേഴ്സ്പെക്റ്റീവിൻ്റെ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ എന്താണ്, മുഖ്യമായിട്ടും ഒരു സ്ഥാപനത്തിൻ്റെ ഓർഗനൈസേഷൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഏത് ഫാക്ടർ ആണെന്നുള്ളത് കണ്ടെത്തുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കസ്റ്റമർ പേഴ്സ്പെക്റ്റീവ് ആണെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ ആണ്. ഓക്കെ, ഫിഫ്ത്ത് വൺ ഡെവലപ്പ് റിലവൻറ്റ് കീ മെഷേഴ്സ്. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് മെഷേഴ്സ് ഓഫ് പെർഫോമൻസ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അത് മെഷർ ചെയ്യാൻ വേണ്ട മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് എസ്റ്റാബ്ലിഷ് ദി സ്കോർ കാർഡ്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്കോർ കാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള സ്കോർ കാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പിന്നെ ഗോൾസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. പിന്നെ ഡെവലപ്പ് ആക്ഷൻ പ്ലാൻ ഇൻ ലൈൻ വിത്ത് ഗോൾസ് ആൻഡ് വിഷൻ. ആക്ഷൻ പ്ലാനെ ഗോൾസിനെയും വിഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ അവസാനമായിട്ട് നമ്മുടെ സ്കോർ കാർഡ് ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇത്രയും സ്റ്റെപ്പിലൂടെയാണ് ഒരു BSc സിസ്റ്റം ഡിസൈനിങ് കടന്നു പോകുന്നത്. ഓക്കെ, Then next we are discussing about objectives or importance or advantages of BSc system. ഒരു BSc സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ വരുന്നതാണ് ബെറ്റർ സ്ട്രാറ്റജിക് പ്ലാനിങ്. ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക് പ്ലാനിങ് നല്ല രൂപത്തിലേക്ക് മാറ്റുവാൻ ഏതിലൂടെ സാധിക്കും, BSc സിസ്റ്റത്തിലൂടെ സാധിക്കും. ദെൻ ഇംപ്രൂവ്ഡ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സിക്യൂഷൻ. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിലേക്കും അതേപോലെ തന്നെ അവിടെയുള്ള സ്ട്രാറ്റജി എക്സിക്യൂഷൻസ് നടത്തുന്നതിലേക്കും എന്ത് ചെയ്യും, ഈ ഒരു BSc സിസ്റ്റം ഹെൽപ്പ് ചെയ്യും. ദെൻ ബെറ്റർ അലൈൻമെൻറ്റ് ഓഫ് പ്രൊജക്റ്റ് ആൻഡ് ഇനീഷ്യേറ്റീവ്സ്. ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊജക്റ്റുകളും പുതുതായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സുകളെയും ബെറ്ററായിട്ട് നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യുവാൻ സാധിക്കും. ദെൻ ബെറ്റർ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ്റെ നല്ല മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്കും എന്ത് ചെയ്യും, ഇത് എത്തിക്കും. ദെൻ ഇംപ്രൂവ്ഡ് പെർഫോമൻസ് റിപ്പോർട്ടിംഗ് ഇംപ്രൂവ് ചെയ്യുന്നതിലേക്കും അതേപോലെ ബെറ്റർ ഓർഗനൈസേഷൻ അലൈൻമെൻറ്റ്, ബെറ്റർ പ്രോസസ് അലൈൻമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഓർഗനൈസേഷനിൽ BSc സിസ്റ്റം ഉള്ളത് കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് വരുന്നത്. അപ്പം പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്